എന്നാളും നമ്മളൊന്നായിടും കരളിൽ നീയും വാനോളം പോന്നതാ നിന്നെ പോലെ ആരുമില്ല മണ്ണിൽ വരാതെയോ ഓളങ്ങളായി കാലങ്ങളിൽ കൈകോർത്തു നാമെന്നും നൽനാളിലും കണ്ണീരിലും ഒന്നായി നാമെന്നും. സോ ഗുഡ് മോർണിംഗ് യൂട്യൂബ് വൺസ് അഗൈൻ. സോ നമ്മളിന്ന് നമ്മുടെ പാരീസിലെ സെക്കൻഡ് ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ് പോകുന്നത്. നമ്മൾ നോത്രഡാം കാത്തീഡ്രൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുശേഷം പാരീസിലെ ഈഫൽ ടവർ, അതൊക്കെ എങ്ങനെയുള്ള മെയിൻ സംഭവങ്ങളെന്നുണ്ട്. കാത്തി ഇവിടെ ഉണ്ട്. വീഡിയോ കോളിംഗ് വിത്ത് മൈ മാം. വീഡിയോ നമ്മൾ ഇന്നലെ എടുത്ത റൂമിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ഫ്രഞ്ച് തനത് വിഭവങ്ങളായ പോനോ ഷോക്ല. വാട്ട് ഈസ് ദാറ്റ്? ക്രാമ്പിൾ. പിന്നെ എനിക്ക് ഈ ഒരു സാൻഡ്വിച്ച് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അതും കൂടെ വാങ്ങി. നമ്മളിവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അതിനുശേഷം നേരെ പുറത്തോട്ട് പോകുന്നു. പുറത്തിറങ്ങിയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. പാരീസ് മെട്രോ ലോകത്തിലെ തന്നെ ഏറ്റവും കോംപ്രഹെൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെട്രോ സിസ്റ്റങ്ങളിലൊന്നാണ്. ഓരോ തവണയും ക്യാഷ് കൊടുത്ത് യാത്ര ചെയ്യുന്നതിലും ഉപകാരപ്പെടുന്നത് ഇവിടെ ഒരു നാബിഗോ എന്ന് പറയുന്നൊരു കാർഡ് കിട്ടും. നമ്മൾ ആ കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയി തന്നെ പാരീസിലെ മെട്രോ, ബസ്, ട്രെയിൻ എന്നിവ യൂസ് ചെയ്യാൻ കഴിയും. ഗൈസ്, ഫ്രാൻസിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സാധനം. ഇതിൻ്റെ പേര് നാവിഗോ കാർഡ്. ഈ കാർഡില്ലെങ്കിൽ നമ്മളിവിടെ കയറുന്ന മെട്രോ ആയാലും ട്രെയിൻ ആയാലും ബസ്സായാലും എല്ലാത്തിനും പൈസ കൊടുത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ഇല്ലെങ്കിൽ ഒരു കാർഡ് എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ അങ്ങനെ പല രീതിയിലെടുക്കാം. അപ്പോൾ നമുക്കിതിൽ ഏത് വേണോ, ട്രാൻസ്പോർട്ട് അക്സസിബിലിറ്റി എപ്പോൾ വേണോ, ഒരു ദിവസം എത്ര സമയം വേണോ അത് ചെയ്യാൻ പറ്റും. അതോടെ വരുന്നവരെല്ലാവരും എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. വീക്കിലി പാസിനായിട്ട് 31 യൂറോ ആണ് അവർ ചാർജ് ചെയ്യുന്നത്. സോ ഞങ്ങളങ്ങനെ ട്രെയിനിൽ കയറി നോത്രഡാം കത്തീഡ്രലിന് അടുത്തേക്കുള്ള സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. നോത്രഡാം കാണാനായിട്ട് നമ്മൾ നോത്രഡാമിൻ്റെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് എസ്കലേറ്റർ കയറി മുകളിൽ കയറണം. നോത്രഡാം കത്തീഡ്രൽ എന്ന് പറയുമ്പോൾ വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു കത്തീഡ്രലാണ്. ഇനി നോത്രഡാം കാണാം. ഇവിടെ ഈ പാരീസിൻ്റെ മെട്രോയുടെ റൂട്ട് മാപ്പാണ് ഈ കൊടുത്തിട്ടുള്ളത്. മെട്രോ പല ഡിവിഷൻസിലായിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ പല സിറ്റിയിൽ നിന്നും പലയിടത്തോട്ട് പോകും. So where we go? There is out southeast on Marshall. I know, but there was one that was specifically going towards the cathedral, but it's not written anymore. Let's go by there. ഗൈസ്, താഴത്തെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് മുകളിലോട്ട് കയറി വന്ന് നോക്കിയപ്പോൾ ഇവിടെ വീണ്ടും ഒരു റെയിൽവേ ട്രാക്കും ട്രെയിൻ. മൊത്തം എത്ര ലെയറായിട്ടാണ് ട്രെയിൻ പോകുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞങ്ങൾ മെട്രോ ഇറങ്ങി ഔട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. എന്തായാലും ഫൈനലി നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി. ഗൈസ്, നമ്മളങ്ങനെ നടന്ന് നോത്രഡാമിൻ്റെ ഫ്രണ്ട്, ഇതല്ലേ കത്തി നോത്രഡാം? Isn't it? നോത്രഡാം. നോത്രഡാമിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. പാരീസിൻ്റെ സെൻട്രൽ. അങ്ങനെ നോത്രഡാമിന് മുന്നിലെ ആ സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തുമ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ച ഇതാണ്. സീൻ നദി, അതിന് സൈഡിലാണ് നോത്രഡാം. സോ ഗൈസ്, നിങ്ങൾ ഈ കാണുന്നതാണ് നോത്രഡാം കത്തീഡ്രൽ. ഇതല്ല, ഇത് കാത്തിയാണ്. നോത്രഡാം കത്തീഡ്രലാണ് ഞാൻ കാണുന്നത്. വേൾഡ് ഫേമസ് ആയിട്ടുള്ള കത്തീഡ്രൽ. ഇവിടെ വെച്ചാണ് പല നോവലുകളുടെയും ആധാരമായി എടുത്തിട്ടുള്ളത്. വിക്ടർ ഹ്യൂഗോയുടെ എന്താ എൻ്റെ പേര്? വിക്ടർ ഹ്യൂഗോയുടെ ഒരു നോവൽ അപ്പോൾ വിക്ടർ ഹ്യൂഗോ റിട്ടൺ ബൈ നോത്രഡാമിലെ കൂനൻ. ദ ഹാച്ച്ബാക്ക് ഓഫ് നോത്രഡാം was written based on this cathedral. In French, le bossu de Notre-Dame. Le bossu. Le bossu de Notre-Dame. Notre-Dame, okay. So Notre-Dame. ഇത് നോത്രഡാം
ഇത് സീൻ നദി. ദിസ് ഈസ് സീൻ റിവർ. Yeah. ഇത് സീൻ നദിയിലൂടെയുള്ള ബോട്ടിംഗ്. ഇവിടെ ഇതാണ് സിറ്റി. ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാനുള്ളത്, ഈ നോത്രഡാം സ്ഥിതി ചെയ്യുന്നത് സീൻ നദിയിലുള്ള ചെറിയൊരു ഐലൻഡിലാണ്. ഒരു കുഞ്ഞ് ഐലൻഡ് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിലാണ് ഈ നോത്രഡാം സ്ഥിതി ചെയ്യുന്നത്. There is a bucket competition. കത്തീഡ്രലിന് അടുത്തേക്ക് ചെല്ലും തോറും അതിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ആളുകളുടെ ക്യൂ കണ്ടു തുടങ്ങി. അതിന് സമീപത്തായി തന്നെ ഫ്രാൻസിൻ്റെ ട്രഡീഷണൽ ബ്രെഡ്സായ ബാഗറ്റ്, പോ, ചോക്ല എന്നിവയുടെയൊക്കെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ നോത്രഡാമിലോട്ട് കയറാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ക്യൂ അപാരമാണ്. വലിയൊരു ക്യൂ ഉണ്ട് ഉള്ളിലേക്ക് കയറാനായിട്ട്. സോ ഇതിൻ്റെ ഈ സൈഡിലായിട്ട് ഒരു ബ്രെഡിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഫ്രഞ്ചിലെ ബ്രെഡിൻ്റെ ഫെസ്റ്റിവൽസ്. ഇറ്റ്സ് എ ലോങ് ക്യൂ, റൈറ്റ്? It's going fast, but it's long. ഓക്കെ. You like it? യെസ്. സോ ഈ നോത്രഡാം 1100 സംതിങ്ങുകളിൽ സ്റ്റാർട്ട് ചെയ്ത പണിയാണ് ഇതിൻ്റെ. അതായത് ഏകദേശം 1000 വർഷത്തോളം അടുക്കുന്നു ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ഇത് ഈ ഇടയ്ക്ക് വെച്ച് ഒരു 2-4 വർഷം മുന്നേ വെച്ച് ഇതിലൊരു തീപിടുത്തം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം കുറേ കാലം ഇത് അടച്ചിട്ടു. കാരണം ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കഴിഞ്ഞ വർഷം അവസാനമായിട്ട് ഇത് വീണ്ടും ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പം നോത്രഡാം കാണാം. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവ സമയത്തൊക്കെ ഇതുകളൊക്കെ ഇടം പിടിച്ച ഒരു കത്തീഡ്രലാണ്. കത്തീഡ്രലിനുള്ളിൽ കയറുമ്പോഴുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഒരു വലിപ്പവും ആർക്കിടെക്ചറൽ ബ്യൂട്ടിയും ഒക്കെ അതിമനോഹരമാണ്. ഉള്ളിൽ നല്ല രീതിയിലുള്ള ടൂറിസ്റ്റുകളുടെ തിരക്കുണ്ട്. അതുപോലെ ഇപ്പോൾ പ്രാർത്ഥന നടക്കുന്ന സമയമാണ്. ടൂറിസ്റ്റുകളോടൊപ്പം തന്നെ വിശ്വാസികളെയും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. സോ ഞാനും കാത്തിയും ജസ്റ്റ് ഒന്ന് ചർച്ച മുഴുവൻ ഒന്ന് ചുറ്റിക്കറങ്ങി. ചർച്ചിനെയും പ്രാർത്ഥനാ രീതിയെയും എല്ലാം എല്ലാവരും ക്യാമറയിലൊക്കെ എടുക്കുന്നുണ്ട്. ചർച്ചിന് ഉൾവശവും അവിടുത്തെ ആരാധന രീതിയും എല്ലാം ക്യാമറയിൽ എടുക്കുവാൻ ഇവിടെ അലൗഡാണ്. അതിന് വേറെ വിഷയങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും സംസാരിച്ചു കൊണ്ടുള്ള വ്ളോഗിങ് അവർ അനുവദിക്കുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ പ്രീസ്റ്റും ഇത്രയും വലിയൊരു കത്തീഡ്രലും അതിനുള്ളിലുള്ള രീതികളുമെല്ലാം കാണുന്നത്. എന്നെപ്പോലെ തന്നെയാണ് കാത്തിയും. കാരണം കാത്തി ക്രിസ്ത്യൻ ആണെങ്കിലും പുള്ളിക്കാരി അധികം അവരങ്ങനെ ഫാമിലിയായിട്ട് വലിയ ബിലീവേഴ്സ് അല്ല. സോ നമ്മൾ ഇത് കണ്ടുകൊണ്ട് എൻജോയ് ചെയ്ത് നിന്നു. ഫ്രഞ്ച് ഗോത്തിക് ആർക്കിടെക്ചർ സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഈ നോത്രഡാം ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത് 1163-ലാണ്. അതായത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. സോ ഇവിടെ ഇതുമായിട്ട് ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത പല ബിഷപ്പുമാരും പോപ്പുമാരും അവരുടെയൊക്കെ സ്തൂപങ്ങളും പ്രതിമകളൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കത്തോലിക് കത്തീഡ്രലാണ് ഈ നോത്രഡാം. ഇവിടുത്തെ ആരാധന ലാംഗ്വേജ് അവർ ഫ്രഞ്ചിലാണ് ആരാധനയെല്ലാം നിർവഹിക്കുന്നത്. 2019 ഏപ്രിൽ 15 ഒരു തീപിടുത്തത്തിൽ ഈ നോത്രഡാമിന് വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കേടുപാടുകൾ പറ്റി. അങ്ങനെ ഇത് കുറേ കാലം അടഞ്ഞു കിടന്നായിരുന്നു. ആ സമയത്ത് ടൂറിസ്റ്റുകൾക്കൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല. പിന്നീട് കഴിഞ്ഞ വർഷം, അതായത് 2024 ഡിസംബറിലാണ് ഇത് വീണ്ടും റീ ഓപ്പൺ ചെയ്ത് സന്ദർശകർക്കും ഡിവോട്ടീസിനുമായിട്ട് തുറന്നു കൊടുത്തത്. നോത്രഡാമിൽ നമ്മൾ സാക്രക്കറിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും സുവനീഴ്സൊക്കെ വാങ്ങാൻ കഴിയും. കാത്തിയുടെ സിസ്റ്ററിന് വേണ്ടിയിട്ട് ഒരു ക്രൈസ്റ്റിൻ്റെ ഒരു ഐഡൽ വാങ്ങിയായിരുന്നു. സോ അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി കുറച്ച് എന്തെങ്കിലും കഴിക്കണം. കാത്തഡ്രലിൽ നിന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് ഇടുന്നപ്പോൾ നമ്മളിത് ഇങ്ങനൊരു കട കണ്ടു. ഒരു അറബിക് റെസ്റ്റോറൻ്റാണ്. ഇവിടെ കുറച്ച് നമുക്ക് അറബിക് ഏഷ്യയും കുറച്ച് വിഭവങ്ങളൊക്കെ കിട്ടും, കെബാബ് അതുപോലെയുള്ള. സോ ഇവിടെ നിന്ന് എന്തെങ്കിലും സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇവിടുത്തെ റേറ്റുകൾ. ഗൈസ്, നമ്മൾ നോത്രഡാമിൽ നിന്ന് ഇറങ്ങി ഇനി ലക്സംബർഗ് ഗാർഡനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കുക. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാനാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് ആഹാരം മേടിച്ചായിരുന്നു. ഇതിപ്പോൾ കയ്യിലുണ്ട്. ഞാൻ എനിക്ക് അത്തിയുടെ ലക്സംബർഗ് മാപ്പ് നോക്കി നടക്കുവാണ്.
പാരീസിലെ തെരുവീതികളിലൂടെ ഇവിടെ നിന്ന് അറിയാതെ നടന്നു നീങ്ങുകയാണ്. വല്ലതും പറ. എന്തെങ്കിലും പറ. എന്തെങ്കിലും സംസാരിക്കുക. Okay. Well, so we just came back from Notre Dame Cathedral and we're going towards the Luxembourg Garden. Not the country. Not the country, Luxembourg Garden. The gardens. So yeah. And then we're heading towards the Eiffel Tower. Eiffel Tower. first, The side. We need to eat. ആഹാരം മേടിച്ച് വെച്ചായിരുന്നു. ബാക്കി കടകളിലെ പോലെ വലിയ കത്തിയില്ല. 2 പേർക്ക് ഒരു 15 യൂറോ ആയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇവിടെ അതൊക്കെ വലിയ കുഴപ്പമില്ല. അത് അവിടെ പോയിരുന്ന് കഴിക്കുക, അതിനുശേഷം ഒന്ന് റെസ്റ്റ് എടുക്കുക, നേരെ ഈഫൽ ടവർ, പാരീസിൻ്റെ സൗന്ദര്യവും പാരീസിൻ്റെ ഹൃദയവുമായ ഈഫൽ ടവർ. അങ്ങനെ നമ്മളിപ്പോൾ ഗാർഡൻ ഓഫ് ലക്സംബർഗിലാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ ലഞ്ച് കഴിക്കുന്നു. എൻ്റെ മുന്നേ കാണുന്നതാണ് പാലസ്, ഇവിടുത്തെ ഗാർഡൻ ഓഫ് ലക്സംബർഗിലെ പാലസ്. നമ്മൾ അവിടെ നിന്ന് 2 കെബാബ് വാങ്ങിച്ചു. കെബാബ് ഓക്കെ, ജസ്റ്റ് ഓക്കെ, നോട്ട് ഗുഡ്. ഇത് കാണുന്നതാണ്, എൻ്റെ പള്ളി കാണുന്നതാണ് ഇവിടുത്തെ ഗാർഡൻ, ലക്സംബർഗ് ഗാർഡൻ. ലക്സംബർഗ് എന്ന വലിയൊരു രാജ്യമുണ്ട്, പക്ഷേ ഇതല്ല ഗൈസ്. ഇവിടെ വൻ കാറ്റാണ് ഗൈസ്. ഉള്ള വീട്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈഫൽ ടവർ എത്തും മുന്നേ തന്നെ അതിൻ്റെ ചില ലാഞ്ചനകൾ അടിച്ചു തുടങ്ങി. ഗൈസ്, നമ്മളങ്ങനെ ഈഫൽ ടവറിന് അടുത്തേക്കുള്ള മെട്രോ ഇറങ്ങിയിട്ടുണ്ട്. ഈഫൽ ടവർ കാണാൻ പോവുകയാണ്. ഈഫൽ ടവർ ക്യാത്തിക്ക് ഇവിടെയുള്ള പ്ലേസസ് നമ്മളെക്കാൾ അറിയാവുന്നതുകൊണ്ട് ക്യാത്തി പറഞ്ഞ് ഈഫൽ ടവറിൻ്റെ അടുത്തുള്ള ഇതിൽ ഇറങ്ങണ്ട, അടുത്ത് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഒരു വ്യൂ ഉണ്ട്, അതിലാദ്യം പോകാമെന്ന് പറഞ്ഞു. വാട്ട് ഇസ് ദിസ് നെയിം, ദിസ് പ്ലേസ്? It's Trocadero. Trocadero. ഗൈസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ആദ്യമായിട്ടാണ് ലൈഫിൽ ഒരു വണ്ടറെങ്കിലും കാണാൻ പോകുന്നത്. ഈഫൽ ടവർ നമ്മൾ ഫോട്ടോകളിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നു. ഫോട്ടോകളിലൊക്കെ നേരിട്ട് കാണാൻ പോകുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. കാത്തി നമ്മൾ പെട്ടെന്ന് തന്നെ ഈഫൽ ടവർ കാണും. നമ്മൾ ഇതങ്ങനെ കാണാൻ പോവുകയാണ്. ഇത് കാണാൻ പോവുകയാണ്. യെസ്, എൻ്റെ മുമ്പിൽ ഈ കാണുന്നതാണ് ഈഫൽ ടവർ. ഓ മൈ ഗോഡ്. അങ്ങനെ നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് പടത്തിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു പടം, ഫ്രണ്ട് പേജുകൾ മാത്രം കണ്ടിട്ടുള്ള ഒരു പടം നേരിട്ട് കാണുകയാണ് ഞാൻ. ഓ മൈ ഗോഡ്. Oh my god, Eiffel Tower in the front. Eiffel Tower. Kathy, are you happy to come with me in front of Eiffel Tower? Yes? But we're going on the second floor. Yeah. But Guys, we're going by climbing. നമ്മൾ ഈഫൽ ടവറിന്റെ മുകളിൽ കയറും. Walking. പക്ഷേ നമ്മൾ ഏറ്റവും മുകളിൽ കയറുന്നില്ല. നമ്മൾ 2ാമത്തെ ഫ്ലോറിനാണ് പോകുന്നത്. മെയിൻ കാരണം എന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ പോകാനുള്ള ടിക്കറ്റ് നമ്മൾ വന്നപ്പോൾ ഓൾറെഡി ഫിനിഷ് ആയിരുന്നു. നമുക്ക് 2ാമത്തെ ഫ്ലോർ വരെ പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ അത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. നമുക്ക് ലിഫ്റ്റിലല്ല നമ്മൾ പോകുന്നത്, നമ്മൾ നടന്നാണ് പോകുന്നത്. എത്ര ദൂരം എന്തായാലും നടക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ലെറ്റ്സ് വാക്ക്. മേ ബി നമ്മൾ പോകുമ്പോൾ രാത്രി 7 മണിയാവും, അപ്പോൾ നമ്മൾ കയറത്തുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ബാക്കിൽ ഈഫൽ ടവർ കൺകുളിര് നിൽക്കുന്നു. ഇവിടെ പല രീതിയിലുള്ള കലാപരിപാടികളും എൻ്റെ ഫ്രണ്ടിൽ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം ഇവിടെ മൊത്തത്തിലാണ് അവസ്ഥ. ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഇതുപോലെയുള്ള കുറച്ച് പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തെങ്കിലും ചരിത്ര പ്രാധാന്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും കാണണം. ഈ മോണിമെൻ്റ് ലോകത്തിൽ തന്നെ ഏറ്റവും
ഫേമസ് ആയിട്ടുള്ള ഒരു മോണുമെൻ്റ് ആയതിനാൽ തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇതുപോലെ ഡാൻസേഴ്സ് മറ്റു കലാപരിപാടികൾ നടത്തുന്നവർ ഇവരുടെ എല്ലാം പെർഫോമൻസുകൾ കാണാൻ കഴിയുന്നതാണ്. ഇതിനിടയിൽ തന്നെ എൻ്റെ അമ്മയും ബ്രദറും ഒക്കെ കാത്തിയെ വിളിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം നമ്മളധികം സമയം കളഞ്ഞില്ല. ഫുൾ ഫോട്ടോഷൂട്ടായിരുന്നു. എടുത്ത വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഒന്നും കൈയും കണക്കും ഇല്ലായിരുന്നു. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ഈഫൽ ടവറിന് അടുത്തേക്ക് വന്നപ്പോൾ കാത്തിക്ക് ഇതുപോലെ അപ്പൂപ്പൻ താടി മുട്ടായി ഇതിനാണ് ആഗ്രഹം. It's just for lip balm. You will get more color from Barber Papa. Guys, നമ്മൾ അപ്പൂപ്പൻ മുട്ടായി വാങ്ങുന്നു. അപ്പൂപ്പൻ മുട്ടായി. Is an umbrella? It's so big actually. മഴ വരുന്നോ? കാത്തി ഇത് കൊടയാണോ? കൊട umbrella. ഗൈസ്, ഇതാണ് ഈഫൽ ടവറിൻ്റെ ഏറ്റവും താഴെ നിന്ന് നോക്കുമ്പോൾ വ്യൂ. ഏറ്റവും മുകളിൽ നിന്ന് നോക്കുമ്പോൾ മുകളിലേക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടെന്ന് നോക്കും. നമ്മളങ്ങനെ ഈഫൽ ടവറിന് അടിയിലായിട്ട് എത്തി. ഇവിടെ ഈഫൽ ടവറിന് സൈഡിൽ വന്നപ്പോൾ ഇവിടെ കുറച്ച് എക്സിബിഷൻ പോലുള്ള കുറച്ച് പ്രോഗ്രാംസ് ഇവിടെ നടക്കുന്നുണ്ട്. ഈഫൽ ടവറിൻ്റെ ഈ താഴെയായിട്ട് ഒരു ചെറിയ ഗാർഡൻ ഷോ നടപ്പുണ്ട്. അതിൻ്റെതാണ് ഈഫൽ ടവർ. ഇവിടെ നമ്മൾ കാശ്മീരിൽ ഉള്ള പട്ടാണെന്ന് തോന്നുന്നു, സിൽക്ക്. Reminds me of the saree I had before. Yeah, it's silk actually. ഇവിടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വസ്തുക്കളുടെ വിപണനവും പ്രദർശനവും ഒക്കെ നടക്കുന്നുണ്ട്. സോ കാത്തിയെ കാണുമ്പോൾ എല്ലാവരും അങ്ങോട്ട് വിളിച്ച് അവരുടെ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് സാധനങ്ങളൊക്കെ വാങ്ങാൻ കഴിയുന്നു. അതിപ്പോൾ ഫുഡ് ഐറ്റംസ് ആയാലും സിൽക്കായാലും ഇന്ത്യയിൽ നിന്നുള്ള സിൽക്കൊക്കെ ഉണ്ട്, കാശ്മീരിൽ നിന്നുള്ള. ഈ ഭാഗത്ത് മെക്സിക്കൻ ക്യൂസീൻസിൻ്റെ വിൽപ്പനയാണ് നടക്കുന്നത്. ആൾക്കാരും ടൂറിസ്റ്റുകളെല്ലാം വന്ന് വാങ്ങുന്നുണ്ട് ഈ ഐറ്റംസൊക്കെ. പിന്നെ ഈ ഒരു ഐറ്റം, ഇത് വളരെ വെറൈറ്റിയാണ്. ഇത് സ്നെയിലാണ്, നമ്മുടെ നാട്ടിൽ ഒച്ച്. അവരിതിനെ കറി വെച്ച്, കറിയാണോന്നറിയില്ല, അവരെന്തായാലും അതിനെ ഭക്ഷിക്കുന്നുണ്ട്. ആൾക്കാരെല്ലാം വന്ന് ടേസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഇന്ത്യക്കാരായ നമ്മൾക്ക് അതിനോട് വലിയ താല്പര്യം കാണില്ല. അതുപോലെ മറ്റുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഈ കാണുന്നത് ചീസാണ്. ആട്ടുകല്ല് പോലെ ഇരിക്കുന്ന സാധനം ചീസാണ്. അതിനകത്താണ് അവർ ഈ പാസ്ത വെച്ച് കുക്ക് ചെയ്യുന്നത്. ടവറിലേക്കുള്ള ഞങ്ങളുടെ എൻട്രി 7:30ക്കാണ്. സോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. Sorry. And I am seeing Eiffel Tower. Really? You mean this? You like? Yeah. You need to wake up. We need to go. ടോപ്പിൽ കയറാനുള്ള നമ്മുടെ ടിക്കറ്റ് 7:30ക്കാണ്. ഇവിടെ 7 മണി കഴിഞ്ഞുള്ളൂ. അപ്പോൾ നമ്മൾ
പിന്നെ സൈഡിലുള്ള കുറച്ച് പുൽമൈതാനത്ത് കയറി റെസ്റ്റ് എടുക്കുകയാണ്. ഇവിടെ വേറെ ആൾക്കാരുണ്ട്, എല്ലാവരും റെസ്റ്റ് ചെയ്യുകയാണ്. ഇതുപോലെ 7 മണിയായിട്ട് ഇവിടെ നല്ല വെയിലുണ്ട് ഇപ്പോഴും. ഗൈസ്, ഈഫൽ ടവറിൻ്റെ ഏറ്റവും താഴെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈഫൽ ടവറിന് 4 തൂണുകളുണ്ട്. ഒന്നത് ആ ഭാഗത്ത്, അതായത് ഈ ഭാഗത്ത്. ഇതാണ് ഏറ്റവും ടോപ്പ്. അതാണ് ഈഫൽ ടവറിൻ്റെ ഏറ്റവും സെൻട്രൽ താഴെ അണ്ടറിലൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 തൂണുകളായിട്ട് ഈഫൽ ടവർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഏറ്റവും മുകൾ ഭാഗം ഇതുപോലെ ഇരിക്കും കേട്ടോ, ടോപ്പ്. യെസ്, ഇതാണ് ഈഫൽ ടവർ. നമ്മൾ മുന്നേ ദൂരെ നോക്കുമ്പോൾ ഈ ഒരു വ്യൂ അല്ല നമുക്ക് കാണുന്നത്. ഇതാണ് ഏറ്റവും ഈഫൽ ടവറിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അകത്തോട്ട് കയറുന്നതിനുള്ള ക്യൂ ആണ് കാണുന്നത് സൈഡുകളിലൊക്കെ. ഗൈസ്, നമ്മൾക്ക് കടയ്ക്കായി ടിക്കറ്റ് ഉണ്ട്. നമ്മൾ ഈഫൽ ടവറിൻ്റെ മുകളിൽ കീഴടക്കാൻ പോകുന്നു. ആർ റെഡി ടു വാക്ക്? നമ്മൾ നടന്നാണ് ഏകദേശം ഇതിൻ്റെ 2ാമത്തെ നില വരെ നമ്മൾ നടന്നാണ് പോകുന്നത്. നടന്ന് ടിക്കറ്റ് ആൻഡ് ലെറ്റ്സ് വാക്ക്. ഗൈസ്, ഞങ്ങളങ്ങനെ ഈഫൽ ടവർ കയറുന്നു. സോ ഗൈസ്, ഞങ്ങളങ്ങനെ ഈഫൽ ടവറിൻ്റെ ഫസ്റ്റ് ഫ്ലോർ കീഴടക്കിയിരിക്കുകയാണ്. ഒരു 10-500 പടിയാണ് കയറി വന്നു. എന്തായാലും ഇതാണ് ഇവിടെ നോക്കുമ്പോൾ വ്യൂ. പാരീസ് നഗരം. നമ്മളങ്ങനെ ഒരു 10-500ഓളം പടികൾ കയറി ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ പാരീസ് നഗരം ഏകദേശം നല്ല രീതിയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടുത്തെ ഇങ്ങനെ ഒരു ഗ്ലാസ് ഫ്ലോർ ഉണ്ട്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് ആളുകളെല്ലാം വളരെ കുഞ്ഞായിട്ട് കാണാൻ കഴിയും. ഇനിയും കുറച്ചധികം കൂടെ നടക്കാനുണ്ട് സെക്കൻഡ് ഫ്ലോറിലെത്താൻ. ഞാനിപ്പോൾ ഈഫൽ ടവറിൻ്റെ ഈഫൽ ടവറിൻ്റെ 1ാമത്തെ നിലയിലേക്ക് കാത്തിട്ട് ചവിട്ട് തന്നത്. എൻ്റെ താഴെ അതായത് ഇവിടെ ഗ്ലാസ് ആണ്, ചെറിയൊരു പേടിയുണ്ട്. താഴെ കൂടി ആൾക്കാർ പോകുന്നത് കണ്ടോ? So yeah, nice view. Look, that's the train we took earlier. Yes. Yeah, we took that train, but in this direction. So yeah. സോ ഇതാണ് ഈ വരുന്ന കാഴ്ച 1ാമത്തെ നിലയിൽ നിന്ന് ഈഫൽ ടവറിൻ്റെ പാരീസ് നഗരം മൊത്തത്തിൽ. ഗൈസ്, നമ്മളങ്ങനെ ഈഫൽ ടവർ 2ാമത്തെ നിലയിലെത്തി. പടി കയറി ഉപ്പാടുന്നു. ഒരു 10-600 പടി ഉണ്ടായിരുന്നു. How much is actually? 640, 650 only. Only, okay, only. ഇതാണ് ഈഫൽ ടവറിൻ്റെ 2ാമത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോഴുള്ള പാരീസ് നഗരത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ച. നമ്മൾ വന്ന സമയം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സമയമാണ്, കാരണം സൺസെറ്റാണ്. സോ ദ സിറ്റി ലുക്സ് അസ്റ്റോണിഷിംഗ്ലി ബ്യൂട്ടിഫുൾ. Okay, Ça va, moi ça va, très bien, very good. I'm very fine. What about you? travel. La montée? Oh, ça va. So, No problem. okay, no problem. And you? Bit problem. Yeah. So, അവിടെ നോക്കിയപ്പോൾ സത്യം ഇനി നമ്മളങ്ങനെ ഈഫൽ ടവറിൻ്റെ മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈഫൽ ടവറിൻ്റെ മുകളിൽ നിന്ന് സൺസെറ്റ് കണ്ടിട്ടുണ്ടോ? അടിപൊളി സീൻസ്. You like this? Yeah, so much. I'm so happy to be with you. Yes. പുള്ളിക്കാരൻ മിസ്റ്റർ ഗുസ്താവ് ഈഫൽ എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ അയാളായിരുന്നു ആർക്കിടെക്ചർ. അയാൾ ആ സമയത്തൊന്നും ഒരു ജേണൽ പത്രത്തിൻ്റെ പരസ്യം കൊടുത്തിട്ടുണ്ട് ആ സമയത്തുള്ള. സോ ഇവിടെ ചെറിയ ഷോപ്സുകളൊക്കെ ഉണ്ട് സെക്കൻഡ് ഫ്ലോറിൽ. നമുക്ക് ആവശ്യമുള്ള സോനീഴ്സൊക്കെ ഇവിടെ തന്നെ വാങ്ങാം. ഇതാണ് ഇവിടുത്തെ സുവനീർ മെഷീനാണ്. നമുക്ക് എന്തെങ്കിലും 1-2
€2 ആണെന്ന് തോന്നുന്നു. കൊടുക്കുകയാണെങ്കിൽ ഒരു മെമ്മറി ആയിട്ട്, ഒരു സോനിയറായിട്ട് ഈഫൽ ടവറിലെ പോയിന്റ്സ് കിട്ടും. സൺസെറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. പോലീസ് വരുന്നു, അവിടെ ഈ കച്ചവടക്കാരെല്ലാം ഓടുന്നു. ഇത് സംഭവം ഇവിടെ ഈ ഈഫൽ ടവറിൻ്റെ പരിസരത്തിലുമായിട്ട് ഒരു കുറേ കച്ചവടക്കാരുണ്ട്. ഈഫൽ ടവറിന് ചെറിയ ചെറിയ മെമൻ്റോ പോലുള്ള സാധനങ്ങൾ വിൽക്കുക. ഇവർ പോലീസ് ഇവർ അനധികൃതമായിട്ടാണ് വിൽക്കുന്നത്. പോലീസിനും ഇവരെല്ലാം ഓടിക്കളയും. ആ പരിപാടിയാണ്. സോ നമ്മളങ്ങനെ ഈഫൽ ടവറിൽ നിന്ന് താഴെ ഇറങ്ങി ഗൈസ്. അങ്ങനെ ഈഫൽ ടവറിൽ അതോട്ട് കയറി തിരിച്ച് താഴെ ഇറങ്ങി. വണ്ടർഫുൾ ഡേ ആയിരുന്നു. ലൈഫിൽ ആദ്യമായിട്ടുള്ള മൊമെൻറ്റ്സ്, ഒരിക്കലും മറക്കാത്ത മൊമെൻറ്റ്സ്. സോ once in a lifetime moment has completed, Kathy. Yeah. Yes. Are you happy? I'm so happy. സന്തോഷമായി. സോ ഇനി നമ്മൾ പരിപാടികളൊന്നുമില്ല. പോകുക, അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുക, നേരെ റൂമിൽ പോയി കിടന്നുറങ്ങുക. നല്ല ടയേർഡായിട്ടുണ്ട്. ഓക്കെ, സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ടാറ്റാ. കണ്ണോട് കണ്ണായിടാ, മെയ്യോട് മെയ്യായിടാ, കാതോരം പാടിയോ അനുരാഗം തേ